guys, welcome to DD Gaming. നമ്മളിതാ നമ്മുടെ ആദ്യത്തെ ചാനൽ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിതാ നമ്മുടെ ആദ്യത്തെ വീഡിയോ തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ ആദ്യമായിട്ട് കളിച്ച് നോക്കാൻ പോകുന്ന സെയിലർ പീസ് ആണ്. നമ്മൾ കൂടുതൽ റോബ്ലോക്സ് ബന്ധപ്പെട്ട ഗെയിംസ് ആയിരിക്കും എപ്പോഴും ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ ഗെയിംസ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ എന്തായാലും കളിച്ച് നോക്കുന്നതാണ്. നമ്മൾ കൂടുതൽ റോബ്ലോക്സിൽ ഇങ്ങനത്തെ ഗെയിംസ് ആയിരിക്കും ട്രൈ ചെയ്ത് നോക്കുന്നത്. ഈ ഗെയിംസ് ഞാൻ ആദ്യമായിട്ടാണ് കളിച്ച് നോക്കുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയത്തില്ല. എന്നാലും നമുക്ക് നോക്കാം. ഇവിടെ ക്വിസ്റ്റ് ഗിവറിനെ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതാ ഒരേ ഒരു എബിലിറ്റിയാണിത്. ഇത് സീമു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഈ ക്വിസ്റ്റ് എടുക്കാം. ക്വിസ്റ്റ് കാണിക്കുമ്പോൾ സൈഡിലൊരു പർപ്പിൾ ബാർ കണ്ടോ? ആ പർപ്പിൾ ബാർ ഫുള്ളാകുമ്പോഴാണ് നമ്മുടെ ഒരു ക്വിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് കാണിക്കാം. ഒരു ക്വിസ്റ്റ് പറയുന്നത് ഈ പർപ്പിൾ ബാർ ഫുള്ളാവുന്നവരെ ഈ തീഫിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ അത്യാവശ്യം തീഫിനെയൊക്കെ കൊന്ന് അത്യാവശ്യം ലെവൽ കൂട്ടിയിട്ടുണ്ട്. നമ്മൾ 2-3 തവണ ലെവൽ കൂട്ടി. പക്ഷേ നമ്മുടെ പവർ അങ്ങോട്ട് കിട്ടുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ പഴയതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ പവർ അങ്ങോട്ട് കൂടുന്നില്ല എത്ര ലെവൽ കൂട്ടിയിട്ടും. അവിടെ ഒരു കത്താനടിയിലുണ്ട്. നമുക്ക് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോഴേ. അതുകൊണ്ട് വീണ്ടും നമ്മൾ ആ ബാർ കൂട്ടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വീണ്ടും ആ സീമു മാത്രമേ ഉള്ളൂ നമുക്ക് ഒരേ ഒരു എബിലിറ്റി. നമുക്ക് ഇനിയും കുറച്ചുകൂടി ഫ്രൂട്ടും സോഡും ഒക്കെ കിട്ടിയിട്ട് നമുക്ക് അതിനകത്തെ എബിലിറ്റീസ് ഞങ്ങൾ കാണിക്കുന്നതാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ പറയുക. എന്തായാലും നമ്മളൊരു സെക്കൻഡ് പാർട്ട് ഇടുന്നതാണ്. ഉറപ്പായും നമ്മൾ സെക്കൻഡ് പാർട്ട് ഇടുന്നതാണ്. നമ്മൾ വീണ്ടും ലെവൽ കൂട്ടാൻ വേണ്ടി വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരുപാട് എയർ ജമ്പ് നമുക്കുണ്ട്. നമുക്ക് വേറെ ഗെയിംസിലൊന്നും ഇത്ര പെട്ടെന്ന് എയർ ജമ്പ് ഒന്നും കിട്ടത്തില്ല. ഈ ഗെയിമിൽ നമുക്ക് ആദ്യം തൊട്ടേ ഒരു എയർ ജമ്പ് കിട്ടും. അതുകൊണ്ട് അവിടെ ഒരാൾ നമ്മളെപ്പോലെ തന്നെ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അവന് ഹാക്കിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വീണ്ടും ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഗ്രൈൻഡ് ചെയ്യുന്നു. എല്ലാ ഗെയിംസിൻ്റെയും മെയിനായിട്ടുള്ള കാര്യം ഗ്രൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എത്ര നേരം അത് കളിക്കുന്നു അത്രയും റോബ്സ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അവർക്ക് അതിനാണ് ഇത്രയും ഗെയിംസ് ഇത്രയും ലാഗിയും ഗ്രൈൻഡിങ്ങും ആക്കുന്നതെന്നാണ് എൻ്റെ ഒരിത്. ആ സ്റ്റാറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നല്ലേ ഇതിനകത്ത്. ആ സ്റ്റാറ്റ് കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ പവർ കിട്ടാത്തത്. ഇനി നമുക്ക് സ്റ്റാറ്റ് അത്യാവശ്യം ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് പവർ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഗൈസ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു പവർ കയറി കാണും ഗൈസ്. ഓ ഗൈസ് നമുക്ക് 1 ഷോട്ട് നമ്മുടെ അതിന് അത്രയും പവർ കയറിക്കുന്നു ഗൈസ്. നമ്മൾ ഇതുവരെ കുറേ ഷോട്ട് എടുത്ത ആൾക്കാർ നമുക്ക് 1 ഷോട്ടിൽ ഇപ്പോൾ അടിക്കാം ഗൈസ്. ഒറ്റ അടിയിൽ അവന്മാരെല്ലാം തീരും. നമ്മളങ്ങനെ സ്റ്റാർട്ടർ ഐലൻഡിലെ ഒരു പ്രോ ആയിരിക്കുന്നു ഗൈസ്. നമ്മൾ ആദ്യമായിട്ട് ഇച്ചിരിയും കൂടി ബെറ്ററായിട്ട് കളിക്കാനുള്ള ഇതായിരിക്കുന്നു. കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വരും നമ്മളിങ്ങനെ സ്റ്റാറ്റിൻ്റെ കാര്യം. സ്റ്റാറ്റ് ഓരോ ക്വിസ്റ്റിലും ഇഷ്ടംപോലെ സ്റ്റാറ്റാണ് കിട്ടുന്നത് ഗൈസ്. നമ്മൾ അത്രയും പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ക്വിസ്റ്റിലും. നമുക്ക് അങ്ങനെ ഇനി സ്റ്റാർട്ടർ ഐലൻഡിൽ ഇനിയും 2-3 ക്വിസ്റ്റും ചെയ്യണം. പിന്നെ അടുത്ത ഐലൻഡിൽ പോകണം. പിന്നെ ഒരു ഫ്രൂട്ട് വാങ്ങിക്കണം, സോഡ് വാങ്ങിക്കണം. പിന്നെ അങ്ങനെ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങളുണ്ട് ഗൈസ് ഇതിനകത്ത്. എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. നമുക്ക് ഇന്ന് നമ്മൾ ഈ സ്റ്റാർട്ടർ ഐലൻഡിൻ്റെ ലെവലപ്പ് ആയിരിക്കും ഈ വീഡിയോ കാണുന്നത്. ബാക്കിയുള്ള ലെവലപ്പിങ്ങും വീഡിയോസും വേണമെങ്കിൽ നിങ്ങൾ പറയുക. ഈ ഗെയിംസിന് തന്നെ പാർട്ട് 2 വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും ഞാൻ ഇടുന്നതാണ്. നമ്മൾ വീണ്ടും ക്വിസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഈ ഇപ്പോൾ വരുന്ന ഇങ്ങനെ എല്ലാ ആനിമി ബേസ്ഡ് ഇത് ഗെയിംസിലെല്ലാം നമ്മളിങ്ങനെ വീണ്ടും ഗ്രൈൻഡ് ചെയ്യണം. ഇച്ചിരി കൂടി വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ അത്യാവശ്യമെങ്കിലും നല്ലൊരു ലെവലിൽ വരണം. അല്ലാതെ നമ്മളിങ്ങനെ ഈ സ്റ്റാർട്ടറും ബിഗിനറും ആയിട്ടുള്ളവർക്കെല്ലാം ഈ ബോറടിക്കുന്നതിൻ്റെ ക്വിറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണമാണ് നമ്മളിങ്ങനെ ക്വിസ്റ്റ് ചെയ്തുകൊണ്ട് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഇരിക്കാനേ പറ്റത്തുള്ളൂ ഇതിനകത്ത്. അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എത്ര നേരമായിട്ട് ക്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ലെവൽ അത്യാവശ്യം കൂടുന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് നേരമായിട്ട് ക്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം ഒരു പ്രോ ആയി കഴിയുമ്പോൾ ഞാൻ വലിയൊരു മെഗാ ഗീവ് അവേ തന്നെ നടത്തുന്നതാണ് ഗൈസ്. നമ്മൾ പ്രോ ആയതിൻ്റെ ആ സന്തോഷത്തിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും ഫോളോവേഴ്സിനും ഭയങ്കര വലിയ ഗീവ് അവേ നടത്തുന്നതാണ്. പിന്നെ നമ്മൾ കളിച്ചാണ് എല്ലാം നേടുന്നത് ഗൈസ്. ഞാൻ ഒരിക്കലും പേ ടു വിൻ അങ്ങനൊന്നും കളിക്കാറില്ല. ഞാൻ ഇതുവരെ എൻ്റെ കയ്യിൽ ഒറ്റ റോബക്സോ ഞാൻ പേ ടു വിൻ കളിച്ചിട്ടില്ല. എല്ലാം ഞാൻ കളിച്ച് നേടുകയാണ് ഇഷ്ടം. നമ്മളെല്ലാം കളിച്ച് നേടിയാലേ ആ ഒരു സന്തോഷം വരത്തുള്ളൂ. പേ ടു വിൻ കിട്ടിയാൽ നമുക്ക് അത്രയും കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷം കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഒന്നും പേ ടു വിൻ ചെയ്തിട്ടില്ല. നമ്മൾ ഈ വീഡിയോയിൽ ഈ സെയിലർ പീസിൻ്റെയും ഈ ഗ്രൈൻഡിങ്ങിനെ മാത്രം അത് വേറെ കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നതിൻ്റെ കാരണം നിങ്ങൾ ഈ ഗ്രൈൻഡിങ്ങിൽ നിന്ന് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കൂടി വേറെ കാര്യങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഗ്രൈൻഡിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നല്ലോണം ബോറടിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇച്ചിരി കൂടി എൻ്റർടൈൻമെൻറ്റായി ഗ്രൈൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഗ്രൈൻഡിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ഉറപ്പായിട്ടും ബോറടിക്കും. അതുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഇച്ചിരിയും കൂടി കൂട്ടി ചാനലിൻ്റെ ഫൺ ഇച്ചിരിയും കൂടി കൂട്ടാമെന്ന് വിചാരിച്ചത്. നമ്മളെല്ലാവരും പോലും ഇങ്ങനെ ഗ്രൈൻഡിങ്ങിൻ്റെ മാത്രമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പിന്നെ എന്തിനാ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് മാത്രം അങ്ങ് പോയാൽ പോരെ. അതുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ചാനൽ ഞാൻ ഇച്ചിരി വ്യത്യസ്തമാക്കാൻ വേണ്ടി ആലോചിക്കുന്നത്. നമ്മൾ വീണ്ടും ഗ്രൈൻഡ് ചെയ്ത്
അപ്പം നമ്മുടെ അക്കൗണ്ടിന് ഇച്ചിരിയും കൂടി പവർഫുൾ ആക്കാൻ നമ്മൾ കത്താന വാങ്ങിക്കാൻ നമുക്ക് പൈസ അയക്കുന്നത് ഗൈസ്. നമ്മൾ കത്താന ഡീലറിൻ്റെ അടുത്ത് നിന്ന് കത്താന വാങ്ങിച്ചിരിക്കുന്നത് ഗൈസ്. കത്താന എനിക്ക് തോന്നുന്നു ഇൻവെൻ്ററിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നതെന്ന് തോന്നുന്നു. ആയിരിക്കണമല്ലോ. ഇൻവെൻ്ററിയിൽ സോഡ്സിൽ നമുക്ക് ചെസ്റ്റൊക്കെ കാണുന്നുണ്ടല്ലോ ഓപ്പൺ. നമുക്ക് കുറച്ച് പൈസയും അത് ജെംസ് കിട്ടി ഗൈസ്. പിന്നെ ഒരു വുഡും പിന്നെ എന്തോ ഒരു സാധനമുണ്ട് ഗൈസ്. കത്താന കണ്ട് ഗൈസ്. കത്താന കിട്ടി. കത്താന എക്യുപ്പ് ചെയ്തിരിക്കുന്നു ഗൈസ്. നമ്മൾ അതിൻ്റെ എബിലിറ്റീസ് നല്ല സെറ്റ് ഗ്രാഫിക്സ് ആണ് ഗൈസ് കത്താനയ്ക്കൊക്കെ ഉള്ളത്. നമുക്കിനി ഈ ക്വിസ്റ്റാണ് അടുത്തോട്ട് ചെയ്യാനുള്ളത്. 100 തൊട്ട് 249 വരെ ഈ ക്വിസ്റ്റാണ് ചെയ്തത്. തീഫ് ബോസ് എന്ന് പറയുന്ന തരത്തിലാണ്. ഇതാണ് കത്താനയുടെ എബിലിറ്റീസ്. നല്ല ഗ്രാഫിക്സ് ഉണ്ട് ഗൈസ്. ഈ കത്താനയ്ക്ക് അത്യാവശ്യം നല്ല പവറും നല്ല ഗ്രാഫിക്സും ഉള്ള സോഡാണ്. നമ്മളെന്തായാലും ക്വിസ്റ്റ് 1 കഴിഞ്ഞത് ക്വിസ്റ്റ് 2 എത്തിയത് കൊണ്ട് നമുക്ക് അത്യാവശ്യം പുരോഗമനമുണ്ട്. പിന്നെ ഈ കത്താന വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ സ്കില്ല് ഇച്ചിരിയും കൂടി കൂട്ടാവുന്നതാണ്. നമ്മൾ വീണ്ടും സ്റ്റാറ്റ് കൂട്ടി കുറച്ച് കത്താനയ്ക്ക് കൂടുതലും കൊടുക്കാൻ കാരണം കത്താന വെച്ചല്ലേ നമ്മൾ കൂടുതലും കളിക്കാറ്. ഇപ്പോൾ ഒരു സോഡ് കിട്ടി. ഇനി ഒരു ഫ്രൂട്ടും കൂടി കിട്ടണമെന്നുണ്ട്. അതിനകത്ത് ഗണ്ണൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു ഫ്രൂട്ടും കൂടി കിട്ടിയാൽ സൂപ്പറായിരിക്കും. എല്ലാവരും പറയുന്നത് ലൈറ്റ് ഫ്രൂട്ടാണ് നല്ലത്. പക്ഷേ എനിക്ക് ക്വേക്കാണ് ഇഷ്ടം. കാരണം ക്വേക്കിൻ്റെ എബിലിറ്റീസൊക്കെ അത്യാവശ്യം നല്ല എബിലിറ്റീസാണ്. പിന്നെ നല്ല റേഞ്ചും AoE ഡാമേജും ഉള്ള ഫ്രൂട്ടാണ് ക്വേക്ക്. അതുകൊണ്ട് ക്വേക്ക് കിട്ടിയാൽ ഞാൻ അപ്പം തന്നെ ഞാൻ ക്വേക്ക് ഈറ്റ് ചെയ്യുന്നതാണ്. കാരണം എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടായിരിക്കും മിക്കവാറും അത്. പക്ഷേ ഈ ഗെയിംസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനത്തെ സോഡിനൊക്കെയാണ്. അത്യാവശ്യം നല്ല സോഡൊക്കെ ഉണ്ട് ഈ ഗെയിമിൽ. നല്ല ഡാമേജ് നല്ല എബിലിറ്റീസും കട്ട്സീന് വരെയുള്ള സോഡ്സൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ എടുക്കുന്നതാണ്. വരും വീഡിയോസിലെല്ലാം നമ്മളിനി അതെല്ലാം എടുത്ത് നമ്മൾ ഇത് ലെവല് മാക്സ് ആക്കുന്നതാണ്. ഈ മാക്സ് ലെവൽ എനിക്ക് എത്രയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ എന്തായാലും C2 അപ്ഡേറ്റ് കടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മിക്കവാറും C2 ആയി കാണും ഈ ഗെയിമിൽ. C2 കൂടി ആയ മാക്സ് ലെവൽ വീണ്ടും കൂടും. ഇനി അവർ ഗെയിമിൽ ഇനി C3 കൂടി ഇറക്കുവാണെങ്കിൽ മാക്സ് ലെവൽ ഭയങ്കരമായിട്ട് കൂടും. ഒന്നാമത് C1 തന്നെ വലിയ മാക്സ് ലെവലാണെന്നാണ് എനിക്കറിയുന്നത്. പിന്നെ അത്യാവശ്യം ഒരു ക്വസ്റ്റിൽ തന്നെ നല്ല ലെവൽ സ്റ്റാറ്റും കൂടുന്നതുകൊണ്ട് ഇച്ചിരി ഈസി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കെങ്കിലും എത്ര മാക്സ് ലെവൽ എന്നറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ എന്തായാലും മാക്സ് ലെവൽ വരെ എത്തിക്കാൻ മാക്സിമം നോക്കുന്നതാണ്. അതുകൂടാതെ പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളോ കുഴപ്പമോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതെൻ്റെ ആദ്യത്തെ ചാനലും ആദ്യത്തെ വീഡിയോയുമാണ്. ഞാൻ വലുതായിട്ടൊന്നും എഡിറ്റ് ചെയ്യാനൊന്നും നോക്കിയിട്ടില്ല. പക്ഷേ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും അത് ശരിയാക്കുന്നതാണ്. അടുത്ത ഓരോരോ വീഡിയോസിൽ നമ്മുടെ ചാനലും എഡിറ്റിങ്ങും വീഡിയോസ് ഇമ്പ്രൂവ് ആയി വരുന്നതെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ഇവിടെ 2-3 പേര് നിൽപ്പുണ്ട്. ഇതിന് ഷാഡോ മാസ്റ്റർ അങ്ങനെ പറയുന്ന ഒരാൾ ഇപ്പോൾ ഉണ്ട്. പക്ഷേ അയാളുടെ അടുത്തൊന്നും നമുക്കിപ്പോൾ ഒന്നും ആയിട്ടില്ല. ഷാഡോ എന്തോ ആയിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. നമുക്ക് വീണ്ടും ഈ തീഫിൻ്റെ ക്വിസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. എന്തായാലും നമുക്ക് എളുപ്പമാണല്ലോ വൺ ഷോട്ട് തന്നെ. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. സോ സിമ്പിൾ. കണ്ടോ, ഒറ്റ അടിക്കേ ഉള്ളൂ. ഈ ഗെയിംസിൻ്റെ പിന്നെ വേറെ ഇത് നമുക്ക് ഓട്ടോ ക്ലിക്കർ ഇട്ടിട്ട് നമുക്ക് AFK ചെയ്യുന്ന ചുമ്മാ ലെവലും കൂടും. അതുകൊണ്ട് അതും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ അടുത്ത വീഡിയോയിൽ ഇച്ചിരിയും കൂടി ലെവലപ്പായിട്ട് ഒരു നല്ല ഫ്രൂട്ടൊക്കെ സംഘടിപ്പിച്ചിട്ട് അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും വരുന്നതാണ്. നമ്മൾ ഈ വീഡിയോ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാറായി. പക്ഷേ നമ്മൾ അടുത്ത വീഡിയോ ഉറപ്പായിട്ടും വരുന്നതാണ്. ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ പുതിയതായിട്ട് വരുന്ന ഓരോ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനെ യൂട്യൂബേഴ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് അവരെ വളർത്തേണ്ടതാണ്. നമ്മൾ എല്ലാവരും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നോക്കാതെ ഇങ്ങനത്തെ ആൾക്കാരെ നോക്കി അവരെ നമ്മൾ വളർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളെല്ലാവരും എന്നെ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും ഗ്രൈൻഡിങ്ങിലോട്ട് കടക്കുകയാണ്. നമ്മൾ ഈ തീഫിൻ്റെ ഇത് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടി എളുപ്പം. കാരണം മറ്റേ തീഫ് ബോസ് ഇടയ്ക്കിടയ്ക്ക് സ്പോൺ ആകത്തുള്ളൂ. അയാൾ സ്പോൺ റേറ്റ് ഇച്ചിരി കുറവാണ്. കാരണം അയാൾ കുറച്ച് സെക്കൻഡ് കൂടുമ്പോഴേ സ്പോൺ ആകത്തുള്ളൂ. തീഫിൻ്റെ ആണെങ്കിൽ നമുക്ക് ഈ എബിലിറ്റി ഉപയോഗിച്ച് ഒറ്റ ഷോട്ടിൽ തന്നെ എല്ലാവരെയും കൊല്ലാവുന്നതായതുകൊണ്ട് നമുക്ക് അതിലൊന്നും വലുതായിട്ട് പേടിക്കേണ്ട. പക്ഷേ തീഫ് ബോസിന് നമുക്ക് വൺ ഷോട്ട് അടിക്കാനും പറ്റത്തില്ല. അയാൾ ഇടയ്ക്കിടയ്ക്ക് സ്പോണും ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാവരും സ്വാഭാവികമായിട്ടും മറ്റേ ക്വസ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കണമല്ലോ. എല്ലാം നമ്മൾ ഒരേപോലെ തന്നെ ചെയ്യരുത്. നമ്മൾ എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കണം. ഈ കത്താനയുടെ എബിലിറ്റീസിനെല്ലാം നല്ല ഗ്രാഫിക്സ് ആണ് ഗൈസ്. ഈ ഒക്കെ ഗ്രാഫിക്സ് ഉണ്ട്. ഓരോരുത്തരെ കൊല്ലുമ്പോൾ നല്ല ഗ്രാഫിക്സ്. ഓരോരുത്തരെ കൊല്ലുമ്പോഴും അവരിങ്ങനെ ഡിസപ്പിയർ ആവുന്നതിന് പകരം അവർ ഒറിജിനലായിട്ടും കൊല്ലുന്ന പോലെ അങ്ങനത്തെ കറക്റ്റ് ഗ്രാഫിക്സ് ഒക്കെയാണ്. ഈ ഗ്രാഫിക്സ് ആണ് ഈ ഗെയിം ഇത്ര സക്സസ് ആവാനുള്ള കാരണം എന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത്രയും ഗ്രാഫിക്സ് ഓരോ ടൈനി ഡീറ്റെയിലും അവർ എടുത്ത് ചെയ്തിട്ടുണ്ട്. ഈ ഗെയിം ഉണ്ടാക്കിയ ഡെവ്സിന് അത്രയും ടൈനി ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് അവർ ഗെയിമിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തായാലും അടുത്ത പാട്ട് ഇറക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരി കൂടി കാര്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കാനും
റൈസ് എടുക്കാനും കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അത് തിരുത്തി ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ട് വ്യത്യസ്ത ഫ്രൂട്ട് സെയിലർ പീസിന്റെ ഈ വീഡിയോ അല്ലെങ്കിൽ നമുക്ക് ബ്ലോക്ക് ഫ്രൂട്ട്സോ സ്റ്റീൽ എവറിനോട്ടോ അങ്ങനെ ഏത് റോബ്ലോക്സ് ഗെയിം വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗെയിം പ്ലേ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും DD ഗെയിംസിൻ്റെ വക സൈനിങ് ഓഫ്.